അടുത്ത തെരഞ്ഞെടുപ്പിൽ ആരാകണം ക്യാപ്റ്റൻ എന്ന് തീരുമാനിച്ചിട്ടില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രായപരിധി മാനദണ്ഡം കർശനമായി നടപ്പിലാക്കും. കൊല്ലം സമ്മേളനത്തിൽ 75 വയസ്സ് പിന്നിട്ട നേതാക്കളെ സമിതികളിൽ നിന്ന് ഒഴിവാക്കുമെന്ന് MV ഗോവിന്ദൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പിണറായിക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകണോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടി കോൺഗ്രസ് ആണ് എന്നും CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. 75 വയസ്സ് പിന്നിട്ട നേതാക്കൾ പാർട്ടി നേതൃസമിതികളിൽ വേണ്ട എന്ന തീരുമാനത്തിൽ മാറ്റമില്ല. ആർക്കും അതിൽ ഇളവില്ല. പിണറായിയുടെ കാര്യം തീരുമാനിക്കേണ്ടത് പാർട്ടി കോൺഗ്രസ് ആണ്. MV ഗോവിന്ദൻ മാസ്റ്റർ നയം വ്യക്തമാക്കി. 75 വയസ്സ് പ്രായപരിധി തീരുമാനിച്ചിട്ടുണ്ട്. അത് കർശനമായി തന്നെ നടപ്പാക്കും. അപ്പോൾ 75 വയസ്സിന് മുകളിലുള്ള ഭാരവാഹികൾ മാറും. അക്കാര്യത്തിൽ ആർക്കും ഇളവുണ്ടാവില്ലേ? ഒരാൾക്കും ഇളവുണ്ടാവില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിച്ചാണല്ലോ. ഇടതുമുന്നണിയിൽ മുഖ്യമന്ത്രി തർക്കമില്ല. പിണറായി തന്നെയാകും ക്യാപ്റ്റൻ എന്ന് പറയാൻ പാർട്ടി സെക്രട്ടറി തയ്യാറല്ല. ആര് നയിക്കണമെന്ന് തിരഞ്ഞെടുപ്പ് സമയത്ത് തീരുമാനിക്കും. മൂന്നാം ഇടതുപക്ഷ സർക്കാരാണോ മൂന്നാം പിണറായി സർക്കാരാണോ? മൂന്നാം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റാണ്. ക്യാപ്റ്റൻ ആരാണെന്ന് തീരുമാനിച്ചിട്ടില്ല. ഇപ്പോഴല്ല തീരുമാനിക്കുക, പിന്നെ തീരുമാനിക്കും. CPMന്റെ നയങ്ങൾ നടപ്പാക്കാൻ സർക്കാരിന് പരിമിതിയുണ്ട്. ഇത് 1957 തന്നെ തിരിച്ചറിഞ്ഞതാണ്. ഇടതുപക്ഷ നയം അതേപടി നടപ്പാക്കാൻ പറ്റുന്ന സർക്കാരാണിത് എന്ന തെറ്റിദ്ധാരണ വേണ്ടെന്ന് സെക്രട്ടറി തുറന്നു പറഞ്ഞു. ഇടതുപക്ഷം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇടതുപക്ഷത്തിന്റെ നിലപാടുകൾ അതേപോലെ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ഗവൺമെന്റ് എന്ന തെറ്റിദ്ധാരണ എന്തിനാ നിങ്ങൾക്കെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് ഒരു കാര്യമില്ലല്ലോ. ആശമാരുടെ സമരത്തിന് നേതൃത്വം നൽകുന്നത് വിധ്വംസക സംഘടനകളാണ്. ജമാഅത്തെ ഇസ്ലാമിയും SDPIയുമാണ് സമരത്തിന് പിന്നിലെന്നും CPM സംസ്ഥാന സെക്രട്ടറി ആരോപിക്കുന്നു. ആശാ വർക്കർമാരുടെ സമരത്തിൽ ഇടപെട്ട് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും അതുപോലെ തന്നെ SUCIയും അതുപോലെ തന്നെ ആറു പിന്തിരിപ്പും കേരളത്തിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പരസ്യമായിട്ട് രാജ്യത്ത് പ്രഖ്യാപിച്ച് നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന അത്തരം വിധ്വംസ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങളുടെ നേതൃത്വപരമായ പങ്കോടുകൂടിയാണ് വരുന്നത് എന്നുള്ളതിനെയാണ് ഞങ്ങൾ ശക്തിയായി എതിർത്തത്. ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്.